നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് പോവാം. കയറുന്നവരെ നമുക്ക് തന്നെ ആഡ് ചെയ്യാം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കുക. പിന്നെ നമ്മൾ അവസാനമായിട്ട് പഠിച്ചത് ഹുറൂഫുൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഹുറൂഫുൽ മുഖത്തഅത്താണ് പഠിച്ചത്. അതിലെ കുറച്ച് ഭാഗങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. പിന്നെ ആണുങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു വന്നത് ഗ്രൂപ്പിൽ? ഉസ്താദ് കയറിയിട്ടുണ്ടല്ലോ അല്ലേ? കേൾക്കാമോ? റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? റേഞ്ചിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് സാർ. ഓക്കെ, എന്നാൽ അത് ക്ലിയർ ആയാലും നിങ്ങൾ പറഞ്ഞാൽ മതി. വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ജബ്ബാർ കാക്ക, അനസ് കാക്ക കേൾക്കുന്നു ഉസ്താദ്? കേൾക്കുന്നോ? പാരായണം ചെയ്യാൻ കാണുന്നുണ്ടോ? പാരായണം ചെയ്യാൻ പറ്റുമോ? കാണുന്നുണ്ട്. ഒന്ന് പാരായണം ചെയ്യോ? അലിഫ് ലാം റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഓക്കെ, അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹു ഫീ. നല്ല ഉഷാറായിട്ട് പാരായണം ചെയ്തു. അലിഫ് ലാം മീം. ഒരു 6 ദീർഘം കൊടുക്കണം. അത് പിന്നെ മാറുനിസാത്ത കുറേ പ്രായമായതുകൊണ്ടായിരിക്കും ശ്വാസം അത്ര കിട്ടാത്തത്. കുഴപ്പമില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറാക്കട്ടെ, സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ഓക്കെ, ത്വാഹ ഒന്ന് തഹജ്ജ് ചെയ്യാൻ പറ്റുമോ നോക്കി? മദ് തുബി ഹർഫി ഹർക്കത്ത്. മദ് തുബി ഹർഫി ഹർക്കത്ത്. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ. ഓക്കെ, യാസീൻ ഒന്ന് തഹജ്ജ് ചെയ്യാൻ പറ്റുമോ? യാ മദ് ബി ഹർഫി ഹർക്കത്താൻ. സീൻ മദ് ലാസിം.
حرفي مد لازم حرفي مثقل और حرفي مخفف مخفف 6 حركات. 6 حركات. ഓക്കെ ياسين. ഓക്കെ അൽഹംദുലില്ലാ ബാറക്കല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. غلبت غلبت الروم. الروم في أدنى الأرض وهم من بعد عليهم سيغلبون. ഓക്കെ ബഅദി ഗലബിഹിം എന്നാണ്. അവിടെ അലിഫ് ലാം മീം പാരായണം ചെയ്യുന്ന സമയത്ത് അലിഫ് ലാം മീം ഒന്ന് മണിക്കാൻ വിട്ടു പോയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അലിഫ് ലാം മീം. തിൽക ആയാതുൽ കിതാബിൽ ഹകീം ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ. ഓക്കെ, വെരി ഗുഡ്. അലിഫ് ലാം മീം ഒന്ന് തഹജ്ജ് ചെയ്യൂ. അലിഫ് ലാം മീം. അലിഫ് ലാ യുമ ലാ യുമ ലാം അങ്ങനെ പറയണ്ട. അത് ലാസിം സിക്സ് ഹർക്കാറ്റ്. മീം അത് ലാസിം ഹർഫി മുഖഫഫ് 6 ഹർക്കാറ്റ്. ലാം എന്തായിരുന്നു? അത് ലാസിം ഹർഫി മുസക്കൽ 6 ഹർക്കാറ്റ്. ഓക്കെ ഓക്കെ. അവിടെ ഹുദൗ ചെറുങ്ങനെ കുറച്ച് മണിക്കൽ കുറഞ്ഞു പോയോന്നും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹുദൗ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ ലേശം ഒന്ന് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ഓക്കെ പെട്ടെന്ന് ഓതിയതാണ്. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഓക്കെ, വെരി ഗുഡ്. ശ്വാസം ഇനി ശരിയാവാണ്ടല്ലേ? ഓക്കെ, അലിഫ് ലാം മീം ഒന്നുകൂടി നീട്ടാണ്ട്. അപ്പോൾ നിങ്ങളെ ശ്വാസത്തിൻ്റെ പ്രശ്നം അറിയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല അതിനെ കുറിച്ചിട്ട്. തഹജ്ജുദ് ചെയ്യാൻ പറ്റുമോ? നോക്കാം. ഓക്കെ. അലിഫ് ലാം ഫത്ഹ അലിഫ് മദ് ലാസിം കാമീം മുസക്കൽ 6 ഹറക്കാത്ത്. മീം ഷദ്ദ വേണ്ട, മീം ഷദ്ദ് ഫത്തൊന്നും വേണ്ടല്ലോ. ലാം മദ് ലാസിം ഹർഫി കാമി മുസക്കൽ 6 ഹർക്കാത്ത് എന്നല്ലേ ലാം പറയുക? അതെ. മീം അതുപോലെ മദ് ലാസിം കാമി മുസക്കൽ 6 ഹർക്കാത്ത്. മദ് ലാസിം ഹർഫി മുഖഫഫ് മുസക്കൽ. ഓക്കേ, മദ് ലാസിം ഹർഫി. ഓക്കേ, മുഖഫഫ് ആണ്, മുസക്കൽ അല്ല വരിക. ഓക്കേ 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 ഇൻഷാ حميم تنزيل الكتاب من الله العزيز العليم. ഓക്കേ ഓക്കേ. ഓക്കെ, ഫാത്തിമത്തെ ഇപ്പൊ വിളിക്കാം. അവിടെ ചെറിയൊരു തെറ്റുണ്ട്. ഹ എന്ന് അത്ര നീട്ടണ്ട. ഹമീം. ഹ എന്നുള്ളത് 2, മീമ് 6. അപ്പോൾ ഹമീം. തൻസീലും മിനർ റഹ്മാനിർ റഹീം. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്. ശുക്രൻ, ജസാക്കല്ലാഹ്.
ഹാമീം അവിടെ മണിക്കൊന്നും ചെയ്യണ്ട, മണിക്കൊന്നും വേണ്ട. ഹാമീം, ഹക്ക് രണ്ട് മതി. ഹാമീം ഐൻ സീൻ ഖാഫ് كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم. യൂഹിയ എന്നല്ല, കദാലിക യൂഹി ഇലൈക, അങ്ങനെയാണ്. അവിടെ മദ്ദാണ് കേട്ടോ. ഓക്കെ, ഹാമീം ഒന്ന് തഹജ് ചെയ്യോ? ഹാമീം തഹജ് ചെയ്യോ? ഓക്കെ. ഹാ മദ് തബഈ അർഫെ ഹർക്കത്താൻ. ഓക്കെ. മദ് ലാസിമ് അർഫെ മുഖഫഫ് സിത്ത ഹർക്കാത്ത്. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ഓക്കെ, അൽഹംദുലില്ലാഹ്. നിങ്ങൾ പിന്നെ ഹാമീം തഹജ് ചെയ്യാൻ പറ്റുമോ? ഹ മദ് തബഈ ഹർഫി ഹറക്കത്താൻ. മീം മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹറക്കാത്ത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين. ഓക്കെ, ഹാമീം ഒന്ന് തഹജ് ചെയ്യൂ. ഹാ മദ് തബഈ ഹർഫി ഹറക്കത്താൻ. മീം മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹറക്കത്താൻ. സിത്ത ഹർക്കത്താൻ അല്ല, സിത്ത ഹർക്കാത്ത്. ഹർക്കത്താൻ എന്ന് സിത്ത പറഞ്ഞാൽ ഹറക്കാത്ത്. രണ്ട് നയിപ്പ്. സിത്ത ഹറക്കാത്ത്. ഓക്കെ, ഓക്കെ, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഒന്ന് തഹജീദും കൂടി ചെയ്യുക. ഹാമീം. ഹാമീം മദ് തബഈ ഹർഫ് ഹറക്കത്താൻ. മീം മദ് ലാസിം ഹർഫ് മുഖഫഫ് സിത്ത ഹറക്കാത്ത്. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. കൂടുതലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഓക്കെ, ഹാമീം ഒന്ന് തഹജ് ചെയ്യൂ. ഹാ മദ് തബഈ ഹർഫി ഹർക്കത്താൻ. മീം മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹറക്കാത്ത്. ഓക്കെ, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ബൽ അജീബു അൻ ജാഅഹും മുൻദിറും മിൻഹും فقال الكافرون هذا شيء عجيب. അജീബ്, ബ സാക്കിന, മജീദ് ദാൽ സാക്കിന ഒക്കെ ക്ലിയർ ആവണം. ഖാഫ് എന്താ? അജീബ്. ഖാഫ് തഹജ് ചെയ്ത് നോക്കൂ. ഖാഫ് മദ് ലാസിം ഹർഫി മുഖഫഫ സിത്ത ഹറക്കാത്ത്. അങ്ങനെ. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. ഖാഫ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹറക്കാത്ത്. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. കാഫ് ഹാ യാ ഐൻ സാദ്. ദിക്റു റഹ്മതി റബ്ബിക അബ്ദുഹു സക്കരിയ. അബ്ദഹു സക്കരിയ.
عبده زكريا كافها يا عين صاد. ഏകദേശം 23 ഹർഫിൻ്റെ ടൈം എടുക്കേണ്ട ഇതാണ്. നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ശ്വാസത്തിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കാം. സുഖയില്ല, ശ്വാസം തീരെ ശബ്ദമെല്ലാം പോയത്. ഇനിയിപ്പോ സുഖമായി. ഓക്കെ ഓക്കെ. نون والقلم وما يسطرون ما أنت بنعمة ربك مجنون. ഓക്കെ ഓക്കെ. തഹജ്ജ് ചെയ്യൊന്ന്. നൂൻ മദ് ലാസിമ സിത്ത് ഹർക്കത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറ. صاد والقرآن ذي الذكر وللذين كفروا في عزة وشقاق. ഓക്കെ. സ്വാദൊന്ന് തഹജ്ജ് ചെയ്യൂ. صاد مد لازم حرفي مثقل 6 حركات. മുസക്കൽ എങ്ങനെയായത്? مخفف 6 حركات. ഏത് ഒന്നാണല്ലോ അല്ലേ? ഓക്കെ ഇൻഷാ അല്ലാ. അലിഫ് ലാം റാ അത്ര നീട്ടണ്ട. അലിഫ് ലാം റാ. ألف لام را تلك آيات الكتاب الحكيم. ഓക്കെ. ألف لام را كتاب أحكمت آياته ثم فصلت من لدن حكيم خبير. ഓക്കെ. ഖബീർ. അവിടെ താ ശ്രദ്ധിക്കണം. അലിഫ് ലാം റാ ഒന്ന് തഹജ്ജ് ചെയ്യൂ. ألف لا يمد لام مد لازم حرف مخفف 6 حركات. را مد طبيعي حرفي حركتان. ഓക്കെ, വെരി ഗുഡ്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. 2 മദ്ദുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒന്ന് മദ് ആരിൽ. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. മദ് ആരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ് ആരിൽ ലി സുക്കൂൻ. സുക്കൂന് കാരണം താൽക്കാലികം നൽകപ്പെടുന്ന മദ് എന്നാണ്. താൽക്കാലികമായിട്ട് കൊടുക്കുന്ന പകരക്കാരൻ എന്നൊക്കെ അതിന് എന്ത് വരുന്നുണ്ട്, അർത്ഥം വരുന്നുണ്ട്. താൽക്കാലികം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മദ് ആരിൽ ലി സുക്കൂൻ. ഹുക്മ് ജായിസാണ്. ജായിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മദ്ദും ഖസറും രണ്ടും അനുവദനീയമാണ് എന്നുള്ളതാണ് എന്ത് ജായിസ് എന്ന് പറയുന്നത്. ഹുക്മ് മിഖ്ദാർ 2, 4, 6 ആണ്. അപ്പം അതിലേറ്റവും ഉത്തമം മദ് നൽകി പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഇപ്പോൾ അർ റഹീം, അർ റഹീം എന്ന് പറഞ്ഞാലും ശരിയാണ്, അർ റഹീം എന്ന് പറഞ്ഞാലും ശരിയാണ്. അർ റഹീം ഇങ്ങനെ 3 രീതിയിൽ അത് പാരായണം ചെയ്യാം. ഹ കസ്റ, യ മദ് ആരിൽ ലി സുക്കൂൻ ജായിസ്, 2 ഔ 4 ഔ 6 ഹർക്കാത്ത്, മീം സാക്കിന ഇൻദൽ വഖഫ്. ഇങ്ങനെയാണ് അതിൻ്റെ തഹജ്ജി വരിക. അല്ല, ഹ കസ്റ യ മദ് ആരിൽ ലി സുക്കൂൻ ജായിസ്, 2 ഔ 4 ഔ 6 ഹർക്കാത്ത്, മീം സാക്കിന ഇൻദൽ വഖഫ്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. صاد والقرآن ذي ذكر بل الذين كفروا في عزة وشقاق كم أهلكنا من قبلهم من قرن فنادوا ولا تحين مناص وعجبوا أن جاءهم
ساحر كذاب. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ. പിന്നെ അവൽ ഖുർആനി ദിക്ർ, അവിടെ കാഫിന് സുക്കൂനും റാന് സുക്കൂനും നൽകിയിട്ട് എന്താണ് ദിക്ർ എന്നാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആയത്തിൽ എന്താ വരുന്നത്? വ ഷിഖാഖ്, ഷിഖാഖ്, അവിടെ ഖാഫ് ഫത്ഹ മുഫഖമ, അലിഫ് മദ് മുഫഖമ, മദ് ആരിൽ സുക്കൂൻ, ജായിസ്, ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഹർകാത്ത്, ഖാഫ് സാക്കിന മുകൽകല ഇൻദൽ വഖഫ്, ഖാഫ് സാക്കിന മുകൽകല ഇൻദൽ വഖഫ് എന്നാണ് വരിക. എങ്ങനെ? ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ്, ഖാഫ് കൽക്കലയിലാണ് നിർത്തേണ്ടത്. പിന്നെ അടുത്ത ആയത്തിൽ കം അഹ്ലക്ന മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ ഫനാദൗ വലാ തഹീന മനാസ്, അവിടെയും നൂൻ ഫത്ഹ അലിഫ് മദ് ആരിൽ, നൂൻ ഫത്ഹ അലിഫ് മദ് ആരിൽ, അതായത് സ്വാദിന് തൻവീനെയാണ്. പക്ഷേ നമ്മൾ അവിടെ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? സുക്കൂന് നൽകുകയാണ്. വഖഫ് ചെയ്യാൻ വേണ്ടി സുക്കൂന് നൽകുന്ന സമയത്ത് എന്താണ് അത് എന്ത് മദ്ദായിട്ട് താൽക്കാലികമായിട്ട് എന്താവുന്ന ഒരു മദ്ദായിട്ട് മാറുകയാണ്. ലി സുക്കൂൻ, സുക്കൂന് നൽകുന്നത് കൊണ്ട്. അപ്പം മദ് ആരിൽ ലി സുക്കൂൻ, നൂൻ ഫത്ഹ അലിഫ് മദ് ആരിൽ ലി സുക്കൂൻ ജായിസ്, ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഹർകാത്ത്, സ്വാദ് സാക്കിന ഐന്ദൽ വഖഫ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? കദ്ദാബ്, കദ്ദാബ്, അവിടെ വരുന്ന സമയത്ത് ബാഇന് കൽക്കലയോടെയാണ് നിർത്തുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. ദാൽ ഷദ്ദ ഫത്ഹ അലിഫ് മദ് ആരിൽ സുക്കൂൻ ജായിസ് ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഹർകാത്ത്, ബ സാക്കിന മുകൽകല ഇൻദൽ വഖഫ്. കൽക്കലയുടെ അക്ഷരത്തിലാണ് വഖഫ് എങ്കിൽ ആ കൽക്കലയെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. അപ്പം പിന്നെ മദ് ആരിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ഇപ്പം ഷിഖാഖ് ആയാലും ഷിഖാഖിൻ എന്നാണ്, ഷിഖാഖിൻ. അതേപോലെ മനാസിൻ, കദ്ദാബുൻ എന്നാണ്. അവിടെയൊക്കെ നമ്മൾ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൻവീനിന് നമ്മൾ എന്ത് ചെയ്യാണ്? സുക്കൂന് നൽകുകയാണ്. അപ്പോൾ സുക്കൂന് നൽകപ്പെടുമ്പം താൽക്കാലികമായിട്ട് വരുന്ന മദ്ദാണ് എന്ത്? മദ് ആരിൽ എന്ന് പറയുന്നത്. അത് 2, 4, 6 ദീർഘം നൽകിയിട്ട് പാരായണം ചെയ്യാവുന്നതാണ്. അതിൽ ബെറ്റർ എന്താണ്? ദീർഘം നൽകി പാരായണം ചെയ്യലാണ്. പാരായണത്തിൻ്റെ ഭംഗിക്ക് നമ്മൾ കുറച്ച് പിന്നെ മദ് നൽകി പാരായണം ചെയ്യലാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഒരാൾ വശിഖാഖ് എന്ന് ഓദിച്ചിട്ട് അത് തെറ്റൊന്നുമില്ല. അതേപോലെ മനാസ് എന്ന് ഓതിയാലും കുഴപ്പമില്ല. ശ്വാസം കിട്ടാത്ത ആളാണ്, മനാസ് എന്ന് ഓതിയാലും തെറ്റില്ല. പക്ഷേ പാരായണത്തിൻ്റെ ഭംഗിക്ക് അത് എന്ത് ചെയ്യാണ്? മദ് നൽകിയിട്ട് പാരായണം ചെയ്യലാണ് ഉത്തമം. ഓക്കെ, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഇവിടെ 2 സ്ഥലത്ത് വരുന്നുണ്ട് ഖദീറുൻ, ഖദീറുൻ എന്നാണ്. വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തൻവീന് നമ്മൾ ശുക്കൂന് നൽകുകയാണ്. അപ്പോൾ ഖദീർ എന്നായിട്ട് വരുന്നു. രണ്ടാമത്തെ അൽ ഗഫൂറു, അൽ ഗഫൂറു എന്നാണ്. വഖഫ് ചെയ്യാൻ അൽ ഗഫൂർ എന്നായിട്ട് മാറ്റുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിനാണ് മദ് ആരിൽ എന്ന് പറയുന്നത്. പിന്നെ സത്തത പാരായണം ചെയ്യുന്ന വൽ ഹയാത്ത ലിയബ്ലുവക്കും, ലിയബ്ലുവക്കും, അവിടെ എന്തോ ഒരു മിക്സിങ് വന്ന് അവിടെ ഇൽഹാറാണ്, പക്ഷെ എന്തോ ഒരു ലയിച്ചതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من
المقتول ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തിബാഖൻ എന്നുള്ളത് നമ്മളത് വഖഫ് ചെയ്യാമേ തിബാഖ എന്ന് മാറ്റി. അതേപോലെ തന്നെ വഖഫ് ചെയ്യാൻ നേരത്ത് മിൻ ഫുതൂർ, ഫുതൂർ എന്ന് പറയുന്നത് വാമദ് ആരിൽ ഫുതൂരിൻ എന്നാണ്. അത് നമ്മൾ റാവിന് സുക്കൂന് നൽകി ഫുതൂർ എന്നാക്കി മാറ്റുന്നു. അപ്പം അതേപോലെ അവസാനത്തെ വഹുവ ഹസീർ, വഹുവ ഹസീർ, സീൻ കസ്ര യാ മദ് ആരിൽ സുക്കൂൻ ജായിസ് ഇത്നാൻ ഔ അർബ ഔ സിത്ത ഹർക്കാത്ത് റ സാക്കിന മുറക്കക ഇൻദൽ വഖഫ് എന്നാണ് വരിക. അതെന്താണെന്നുള്ളത് റായിൻ്റെ ഡയഗ്രത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ഒന്നും കൂടി വേറൊരു ദിവസം നമ്മൾക്ക് ക്ലിയർ ചെയ്യാം. സീൻ കസ്ര യാമദിന് ശേഷം റാവിന് സുക്കൂന് വരികയാണെങ്കിൽ ആ റാ എന്തായിരിക്കും? തർക്കീക്കായിരിക്കും. അപ്പോൾ ഹസീദ് എന്നാണ് പാരായണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ചുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു മദ്ദിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുമ്പേ മദ് ഇൻദൽ വഖഫ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, وأنزل من السماء ماء. ഇൻദൽ വഖഫ് വരുന്ന സമയത്ത് മാഅൻ എന്നാണ്. ഈ മാഅൻ എന്നുള്ളത് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ആരൊരാൾ ഉത്തരം പറയൂ? ആരെങ്കിലും മദ്ദിന്റെ പേര് പറയൂ. മദ് ഇവൽ ഹർക്കത്താൻ ഇൻദൽ വഖഫ്. മദ് ഇവലായിട്ട് മാറും അല്ലേ? അത് ഇൻദൽ വഖഫാണിത്. മീം ഫത്ഹ അലിഫ് മദ്. ഇവിടെ എങ്ങനെ നമ്മൾ തഹ്ജി ചെയ്യാം? മീം ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് ഹംസ ഹർക്കാത്ത്, പിന്നെ ഹംസ ഫത്ഹ അലിഫ് മദ് ഇവൽ ഹർക്കത്താൻ ഇൻദൽ വഖഫ്. ഓക്കെ, ഇനി ഒന്ന് നോക്കാം. അടുത്തത് നോക്കൂ നിങ്ങൾ. വഅൻസല മിനസ് സമാഇ. ഇത് വഖഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എന്തായിട്ട് മാറും? ഏത് മദ്ദായിട്ടാണ് മാറുക? മദ്ദിന്റെ പേര് പറയൂ. മദ് ആരിൽ. വെരി ഗുഡ്, മദ് ആരിലായിട്ട് മാറും. അപ്പോൾ ഇവിടെ മദ് ആരിലാകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് അതെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? 2-4 പറയില്ല അല്ലേ? 2 4 അല്ല, 2 പറയില്ല. കാരണം ഇത് മുത്തസിലായിട്ടുള്ള മദ്ദാണ്. മുത്തസിലായിട്ടുള്ള മദ്ദായതുകൊണ്ട് മീം ഫത്ഹ അലിഫ് മദ് ആരിൽ സുക്കൂൻ ജായിസ് എന്നാണ്. പക്ഷെ 2 എന്നുള്ള ഒഴിവാക്കിയിട്ട് 4, 5, 6 ഹർക്കത്താൻ. മുത്തസിലിന് മാത്രം അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. കാരണം മുത്തസിലിനെ നമ്മൾ 2ലേക്ക് കുറയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് 4, 5, 6 ഹർക്കാത്ത് ഹംസ സാക്കിന ഇൻദൽ വഖഫ് എന്ന് പറയാം. ഓക്കെ, മദ് ആരിൽ സുക്കൂൻ ജായിസ് ആണ് വരിക. ഓക്കെ, ഇനി വരുന്ന സംഭവമാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഹർഫുല്ലീൻ എന്ന് പറയും. ഹർഫുല്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫത്ഹയ്ക്ക് ശേഷം ഏതോ ഹർഫായിക്കോട്ടെ, ഫത്ഹയുള്ള ഒരു ഹർഫ്, ആ ഹർഫിന് ശേഷം സുക്കൂനുള്ള യാവോ സുക്കൂനുള്ള വാവോ വരികയാണ്. ഏതെങ്കിലും ഒന്ന് കേട്ടോ, സുക്കൂനുള്ള വാവ് വരികയാണ്. അതായത് ഫത്ഹ, ഒരു ഹർഫിന് ഫത്ഹ, അടുത്ത ഹർഫിന് സുക്കൂനുള്ള വാവ് വന്നു കഴിഞ്ഞാൽ ആ വാവിന് പറയുന്ന പേരാണ് ഹർഫുല്ലീൻ. അതായത് ഒരു ഫത്ഹയുള്ള ഹർഫിന് ശേഷം അടുത്ത ഹർഫ് വാവുമായി ആ വാവിന് സുക്കൂന് നൽകപ്പെട്ട വാവാണെങ്കിൽ ആ വാവിന് പറയുന്ന പേരാണ് ഹർഫുല്ലീൻ എന്ന് പറയുന്നത്. അതേപോലെ ഫത്ഹ വന്നു ശേഷം വരുന്നത് സുക്കൂനുള്ള യാ ആണെങ്കിൽ ആ ഹർഫിനും പറയുന്ന പേര് ഹർഫുല്ലീൻ എന്നാണ്. അപ്പോൾ ഹർഫുല്ലീൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഫത്ഹയ്ക്ക് ശേഷം വരുന്ന വാവ് സുക്കൂനും യാ സുക്കൂനെയാണ് പറയുന്നത് ഹർഫുല്ലീൻ. 2 ഒപ്പരല്ല വരുന്നത് കേട്ടോ. ഒന്നെങ്കിൽ വാവ് സുക്കൂൻ ആയിരിക്കാം, അല്ലെങ്കിൽ യാ സുക്കൂൻ. അങ്ങനെ വരുന്നതിനാണ് എന്ത് പറയുന്നത്? ഹർഫുല്ലീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, റാ ഫത്ഹ മുഫഖമ, യാന് സുക്കൂന് വന്നു. അപ്പോൾ അവിടെ ആ പിന്നെ യാ എന്ത് യാ ആണ്? ഹർഫുല്ലീനാണ്. യാ സുക്കൂന് ഹർഫുല്ലീനാണ്. ഞാനത് അവിടെ വഖഫ് ചെയ്യാണ്. ഖുറൈശിൻ എന്നുള്ളത് ഞാൻ വഖഫ് ചെയ്യാണ്. ഇപ്പോൾ വഖഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേര് മാറും. എന്താണ്? പുതിയൊരു മദ് വരും. അതാണ് മദ്ദുല്ലീൻ എന്ന് പറയും. മദ്ദുല്ലീൻ എന്ന് പറയുമ്പോൾ പ്രയാസമൊന്നുമില്ല. ലീൻ എന്ന് പറഞ്ഞാൽ നിർമ്മലം, ലോലമൊക്കെ ഒന്നിങ്ങനെ ലോലമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള
മദ് എന്നാണ്. ഇപ്പോൾ ഖുറൈഷ്, അതേപോലെ അസ്വൈഫ്, അസ്വൈഫ്, അൽ ബൈത്ത്, ഖൗഫ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ യാനു സുക്കൂന്, ഫത്ഹക്ക് ശേഷം യാനു സുക്കൂന് വന്നു. അപ്പോൾ അത് ഹർഫുല്ലീനായി. പക്ഷേ ഷീനിന് ഞാൻ സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? മദ് ലീനായിട്ട് മാറും. സ്വൈഫ് എന്നുള്ളത് സ്വാദ് ശബ്ദ ഫഥ വന്നു, യാന് സുക്കൂന് വന്നു. ഫഇന് കെസ്റയാണ്. പക്ഷേ ഫഇന് സുക്കൂന് നൽകി ഞാൻ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ മദ്ദിന് പേരാണ് മദ്ദുല്ലീൻ. നേരെ താഴെ വരികയാണെങ്കിൽ അൽ ബൈത്ത്, ബാഇന് ഫഥ വന്നു, യാന് സുക്കൂന്. അപ്പോൾ അത് ഹർഫുല്ലീനായി. താഇന് സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ മദ്ദുല്ലീനായിട്ട് മാറി. ഖൗഫിൻ എന്നാണ് വരുന്നതിൽ ഖ ഫത്ഹ മുഫഖമ, വാവിന് സുക്കൂന്, ഹർഫുല്ലീനായി. അത് ഫഅല് സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ അൽ ഖൗഫ് എന്നായിട്ട് മാറി, മദ്ദുല്ലീൻ. ഓക്കെ. ഇപ്പോൾ ഖുറൈഷിൻ്റെത് തഹജി ചെയ്ത് നോക്കാം. യ മദ്ദുലീൻ, യ മദ്ദുലീൻ ജായിസ്, ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഹർക്കാത്ത്, ഷീൻ സാക്കിന ഇൻദൽ വഖഫ്, ഷീൻ സാക്കിന ഇൻദൽ വഖഫ്. യ മദ്ദുലീൻ ജായിസ്, ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഹർക്കാത്ത്, ഷീൻ സാക്കിന ഇൻദൽ വഖഫ്. ഓക്കെ. ഇന്ന് നമ്മൾക്ക് സൂറത്ത് ഖുറൈഷ് ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم جوع وآمنهم من خوف. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തും അവസാനിക്കുന്നത് എന്തിലാണ്? മദ്ദുല്ലീനിലാണ്. ഖുറൈഷ്. നമുക്ക് പാരായണം ചെയ്യാൻ അറിയാം, അതെങ്ങനെ വഖഫ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പണ്ടേ പഠിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള നിയമം എന്താണ് എന്നുള്ളത് പക്ഷേ അതപ്പം നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. യാവോ വാവോ അല്ലെങ്കിൽ അവിടെ സുക്കൂന് നൽകുമ്പം എന്തല്ല മദ് വരൂല, നോർമൽ വഖഫ് ചെയ്തിട്ട് നിർത്തുക ചെയ്യാം. ഓക്കെ. ഇപ്പം ഇവിടെ പാരായണം ചെയ്യുന്ന സമയത്ത് ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف. അപ്പം നമ്മളത് വഖഫ് ചെയ്യാണ്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താവുന്നില്ല? മദ് ബാധകമല്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആയത്തൊന്ന് ചേർത്ത് ഓതുകയാണെങ്കിൽ എങ്ങനെ വരിക? لإيلاف قريش إيلافهم رحلة الشتاء. അവിടെ ഖുറൈഷിൻ ഈലാഫി എന്നായിട്ട് മാറും. അവിടെ വഖഫ് ചെയ്യുമ്പോഴാണ് മദ് ലീനാവുന്നത്. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? മദ് ലീനാവില്ല. പക്ഷേ അത് എന്താണ്? റാഇന് ഫത്ഹയും യാഇന് സുക്കൂനും വരികയാണെങ്കിൽ ആ യാ എന്താണ്? ഹർഫുല്ലീനാണ്. ആ ഒരു ഹർഫിന് പറയുന്നതാണ് ഇതാണ് ഹർഫുല്ലീൻ എന്ന്. ലീൻ എന്ന് പറഞ്ഞാൽ ലോലം നിർമ്മലമൊക്കെ ആയിട്ടുള്ള ഹർഫാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഓക്കെ. ഇന്നിപ്പോൾ ഈ രണ്ട് മദ്ദുകളാണ് എന്ത് ചെയ്തത് നമ്മൾ എടുത്തത്. ഒന്ന് മദ് ആരിളാണ്, ഒന്ന് മദ് ലീനാണ്. ഇനി ഒരു 2-3 ക്ലാസ്, 2 ക്ലാസ്സും ഒന്ന് കംപ്ലീറ്റ് റിവിഷനും പരീക്ഷേൻ്റെ ഒരു പരീക്ഷ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ഇതുണ്ടാവും. അത് കഴിഞ്ഞാൽ പിറ്റേത്തെ ആഴ്ച പരീക്ഷയുമായിരിക്കും. എന്തായാലും മെയ് അവസാന ആഴ്ചയിൽ പരീക്ഷ നടക്കുമെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ചെറിയതാണ്, ഒരാഴ്ചയായിട്ട് അങ്ങോട്ടോട്ട് നീണ്ടുപോകും. എന്തായാലും മെയിൽ പരീക്ഷ, അവസാന ആഴ്ചയിൽ മെയിൽ പരീക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കാം. 19-ാം തീയതി താഹിറത്താൻ്റെ മോളെ കല്യാണമുണ്ട്, അതിനൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഗ്രൂപ്പിൽ അറിയിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ അലം യഅലം ബി അന്ന അല്ലാഹ യറാ
كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع النادية سندع الزبانية كلا لا تطعه واسجد واقترب. എന്തൊക്കെയാണ് ഫാത്തിമത്ത, കുറെ നിയമങ്ങൾ പാലിക്കുന്നില്ലല്ലോ നിങ്ങള്. പിന്നെ ചില സ്ഥലങ്ങളിൽ അപ്പോൾ കല്ലല ഇല്ലം യന്തഹി എന്ന് നീട്ടി, അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. കല്ലല ഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ. അതേപോലെ അവസാനത്തതിൽ വരാണ് കല്ലല തുതിഉഹു വസ്ജുദ്, ദാൽ സാക്കിന മുക്കൽക്കല, വസ്ജുദ് വഖഫ് സാക്കിന മുക്കല്ല, വഖ്തരിബ് ബാ സാക്കിന മുക്കൽക്കല. ക്ലിയർ ആക്കണം കേട്ടോ, സ്വാദ് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഓക്കെ ഓക്കെ. 17, 18, 19, 16 വരെയുള്ള ഹാലുകളാണ് നമ്മൾ പറഞ്ഞത്. 17, 18, 19 ഒന്നുമില്ല. ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ, അതായത് നമ്മൾ തൻവീൻ ബിൽ ഫത്ഹയും തൻവീൻ ബിൽ കസ്റയും തൻവീൻ ബിൽ ലൊമയും പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്ത് ചെയ്യാനുള്ളൂ, അതിനൊരു ശ്രദ്ധ കൂട്ടാനേ ഉള്ളൂ. ശ്രദ്ധ തൻവീൻ ബിൽ ഫത്ഹ, ശ്രദ്ധ തൻവീൻ ബിൽ കസ്ര, ശ്രദ്ധ തൻവീൻ ബിൽ ലൊമ. സെയിം നമ്മൾ മുമ്പേ പഠിച്ച അതേ നിയമങ്ങൾ തന്നെയാണ് ശ്രദ്ധ തൻവീൻ ബിൽ ഫത്ഹയിലും വരുന്നത്. അപ്പോൾ ഇവിടെ ഹുബ്ബൻ ജമ്മ, ഹുബ്ബൻ എന്നുള്ള ബാ തൻവീൻ ബിൽ ഫത്ഹ, ശേഷം ജീമു വന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഇഖ്ഫാ വരുന്നു. അപ്പോൾ ഹുബ്ബൻ ജമ്മ, മീമിന് ഷദ്ദ് വന്നതുകൊണ്ട് ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ, ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ. ദക്ക 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 ദക്ക. പിന്നെ വഫാകിഹതൻ വഅബ്ബ വഅബ്ബ, ഷദ്ദ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഷദ്ദ കസ്റാണ് നോക്കൂ. വഅബ്കരിയിൻ വഅബ്കരിയിൻ വഅബ്കരിയിൻ. പിന്നെ ഷദ്ദ തൻവീൻ ബിൽ കസ്റയാണ്. ഫജ്ജിൻ ഫജ്ജിൻ, ജീം ഷദ്ദ തൻവീൻ ബിൽ കസ്റ. ഫജ്ജിൻ അമീഖ്, ഫജ്ജിൻ അമീഖ്. അവിടെ എന്താണ്, ഇൽഹാറാണ്, ശേഷം ഐന് വന്നതുകൊണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്, ഷദ്ദ കൂടുന്നു എന്നുള്ളൂ കേട്ടോ. ഷക്കിൻ കാഫ് ഷദ്ദ തൻവീൻ. പിന്നെ ഇവിടെ ആണെങ്കിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി പറയാം. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ഇത് ഞാനിത് അയച്ചു തരും. ഈ ഒരു പാട്ട് പദ്യം നിങ്ങൾ നോക്കി വെക്കണം. പദ്യങ്ങളൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ പറഞ്ഞു തന്ന പദ്യങ്ങൾ കംപ്ലീറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പദ്യം കംപ്ലീറ്റ് എവിടെങ്കിലും എഴുതി വെച്ചിട്ട് പഠിക്കുക തന്നെ വേണം. അത് വിട്ട ഭാഗം പൂരിപ്പിക്കാനുണ്ടാവും. അതിലൊരു പദ്യം ഇതാണ്, എന്താണ്, അഖ്വൽ മുദൂദി ലാസിമും ഫമത്തസിൽ ഫആരിദും ഫദും ഫിസാലിൻ ഫബദൽ. അഖ്വൽ മുദൂദു ലാസിമാണ്, മദ്ദുകളിൽ ഏറ്റവും വലുത് ലാസിമാണ്. പിന്നെ മുത്തസില്, പിന്നെ ആരിള്, മുഫസില്, ബദല്. പിന്നെ മദ്ദിന്റെ ഒരു മദ് ലാസിമാണ് ഏറ്റവും വലിയ മദ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അതും നിങ്ങൾ ഓർത്തു വെക്കുക ഇൻഷാ അല്ലാഹ്. ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇനി അടുത്തതിലേക്ക് പോകുന്നില്ല. നമ്മൾ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ നമ്മൾ എടുത്ത സൂറത്ത് ഫുർഖാൻ, ആ ഫുർഖാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് തഹജ്ജ് ചെയ്യാനുണ്ടാവുക, ചിലപ്പം ഫില്ല് ചെയ്യാനുണ്ടാവും, ഹർക്കത്ത് ഇടാനുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പരീക്ഷന്റെ തൊട്ട മുമ്പത്തെ ആഴ്ച പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ എന്താണെന്നുള്ളത്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാം. അതുണ്ട്, അതാ ഞാൻ പറഞ്ഞു, ഒരാഴ്ച റിവിഷൻ ആയിരിക്കും. ഫസ്റ്റ് ഒരൊറ്റ പരീക്ഷന് മുമ്പത്തെ ഒരൊറ്റ ആഴ്ച ജസ്റ്റ് ഒരു റിവിഷനും പരീക്ഷന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനും അന്ന് നടക്കും, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന്.
ഇൻഷാ അല്ലാ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് എടുത്തത് ഇന്ന് മദ് ആരില് മദ് ലീനും 2 മദ്ദുകൾ മാത്രം. പിന്നെ 17 പാട്ട് 19 സിമ്പിൾ ആണ്. എന്താണ്? ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹ, ഷദ്ദ തൻവീൻ ബിൽ ഫത്ഹക്ക് ഷദ്ദ കൂട്ടി കൊടുത്താൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആ തൻവീനിൽ നമ്മൾ എന്തൊക്കെ ഹുക്മുകൾ പഠിച്ചു സെയിം ഹുക്മുകൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ നമ്മൾ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ 2-3 ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷക്ക് പഠനത്തിൽ സജീവരാകുക. പിന്നെ പരീക്ഷനെ തൊട്ട മുമ്പത്തെ ആഴ്ച നമുക്കൊരു റിവിഷൻ നടത്താം. അതേപോലെ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് സജീവമായിട്ട് ചർച്ചകളും മറ്റൊക്കെ ആവാം. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം എന്നുള്ളതൊക്കെ ഒരു ചെറിയ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനൊക്കെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്. സാഹിറത്താത്ത ഇപ്പോഴും എണീക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഒരുപാട് പേര് രോഗവും പ്രയാസമൊക്കെ ആയിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പത്തിൽ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയൊക്കെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ നമ്മുടെ നോമ്പും ഖിയാമും സിയാമും സുജൂദും റുക്കുവും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതേപോലെ നാളെ എലക്ഷനാണ്, എല്ലാവരും പോയി വോട്ട് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ പ്രയാസവും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.